വർണ്ണശബളമായ ഈ ലോകത്തിന്റെ ബഹളങ്ങൾക്കിടയിൽ യൗവനത്തിന്റെ തിളക്കം മങ്ങി 40കളിലേക്കും 50കളിലേക്കും 60കളിലേക്കും നാം കടക്കുമ്പോൾ ജീവിതത്തിന്റെ അർത്ഥശൂന്യതയോർത്ത് നിങ്ങളുടെ മനസ്സ് എപ്പോഴെങ്കിലും വ്യാകുലപ്പെട്ടിട്ടുണ്ടോ? തിരക്കുകളിൽ നിന്ന് തിരക്കുകളിലേക്ക് മാത്രം പായുന്ന നമ്മുടെ ജീവിതത്തിൽ ഉള്ളിന്റെ ഉള്ളിൽ കേൾക്കുന്ന ആ ചെറിയ ഒരു സ്വരം നാം പലപ്പോഴും തിരിച്ചറിയാതെ പോകുന്നില്ലേ? ഈ ബഹളമയമായ ലോകത്ത് നമ്മെ വഴി നടത്താൻ സദാ സന്നദ്ധനായി നിൽക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മൃദുവായ പ്രേരണകളെയാണ് നാം അങ്ങനെ അവഗണിക്കുന്നത്. ലൗകികമായ ആകർഷണങ്ങളിൽ ലയിച്ചു പോകുമ്പോൾ ആത്മാവിന്റെ ഈ ദിവ്യസ്വരം കേൾക്കാൻ നമ്മുടെ കാതുകൾക്ക് ആവതില്ലാതെ വരുന്നു. എന്നാൽ കത്തോലിക്കാ സഭ എപ്പോഴും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ആത്മാവിന്റെ ഈ ശാന്തമായ അടയാളങ്ങളെ തിരിച്ചറിയുമ്പോഴാണ് നാം യഥാർത്ഥ ക്രിസ്തീയ പൂർണ്ണതയിലേക്ക് എത്തുന്നത് എന്നാണ്. എത്ര വലിയ തിരക്കുകൾക്കിടയിലും ദിവസത്തിൽ അല്പസമയം പ്രാർത്ഥനയ്ക്കായി മാറ്റിവെച്ചാൽ മാത്രമേ നമുക്ക് ഈ ആത്മീയ പ്രേരണകളെ ഗ്രഹിക്കാൻ സാധിക്കൂ. നമ്മുടെ പരാജയങ്ങളിലും വീഴ്ചകളിലും നിരാശരാകാതെ മുന്നോട്ട് പോകാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ ഈ സാന്നിധ്യമാണ്. ജീവിതത്തിന്റെ സായാഹ്നങ്ങളിൽ വലിയൊരു ശൂന്യത നമ്മെ വേട്ടയാടുമ്പോൾ ദൈവത്തിന്റെ വഴിയിലേക്ക് തിരികെ നടക്കാൻ ഈ ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ. ഈ നിശബ്ദമായ സ്വർഗീയ സ്വരത്തെ അനുഗമിക്കുവാൻ ഓരോ വിശ്വാസിയും നിങ്ങളും ഞാനും സന്നദ്ധരാകണം. നമ്മുടെ ലക്ഷ്യമില്ലാത്ത പരക്കം പാച്ചിലുകൾക്ക് അറുതി വരുത്താൻ ഈ ഒരു ദൈവിക വെളിപാടിന് മാത്രമേ സാധിക്കുകയുള്ളൂ. തളർന്നു പോകുന്ന ഓരോ നിമിഷത്തിലും കർത്താവിന്റെ ആത്മാവ് നമ്മുടെ ബലഹീനതകളിൽ നമ്മെ താങ്ങുവാൻ കൂടെയുണ്ട്. ഭൗതികമായ നേട്ടങ്ങൾക്കപ്പുറം സ്വർഗീയമായ സന്തോഷത്തിലേക്ക് നമ്മുടെ മനസ്സിനെ തിരിച്ചുവിടാൻ ആത്മാവിന്റെ ആ ചെറിയ പ്രേരണകൾക്ക് നമ്മെ തന്നെ വിട്ടുകൊടുക്കാം. ഈശോ നമ്മുടെ ഹൃദയങ്ങളിൽ ചൊരിയുന്ന ശാന്തിയും സമാധാനവും മറ്റുള്ളവരിലേക്ക് പകരാൻ നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നു. അവിടുത്തെ സ്നേഹത്തിൽ ആഴപ്പെടാനും യഥാർത്ഥ രക്ഷയുടെ വഴി കണ്ടെത്താനും പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും ഇന്ന് ശാക്തീകരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം ദൈവ മഹത്വമാണെന്ന് തിരിച്ചറിഞ്ഞ് അവന്റെ പരിശുദ്ധമായ ഇഷ്ടത്തിന് നമ്മെ തന്നെ പൂർണ്ണമായി വിട്ടുകൊടുക്കാം. അങ്ങനെ ലൗകികമായ ആകുലതകളെല്ലാം മാറ്റിവെച്ച് പിതാവായ ദൈവത്തിന്റെ ഹിതപ്രകാരം ജീവിക്കാൻ ആത്മാവ് നമ്മെ ഇന്നും അനുഗ്രഹിക്കട്ടെ. വർഷം മുഴുവനും സുവിശേഷ ചിന്തകളും ജപമാല പ്രാർത്ഥനകളും നൊവേനകളും വരാനിരിക്കുന്ന പോഡ്കാസ്റ്റ് പരമ്പരകളുടെ അറിയിപ്പുകൾ താമസമില്ലാതെ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. മെയ് മാസം 1-ാം തീയതി മുതൽ ആരംഭിച്ചിട്ടുള്ള കത്തോലിക്ക സഭയുടെ POC ബൈബിൾ പതിപ്പിനെ ആസ്പദമാക്കിയിട്ടുള്ള 100 ദിവസം കൊണ്ട് ബൈബിൾ എന്ന ഏറ്റവും പുതിയ വീഡിയോ ലിങ്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭ്യമാണ്.